ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വ്ളോഗിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും. നേരത്തെ എന്ന് പറയുമ്പോൾ എൻ്റെ ഡെലിവറി ബാഗിൻ്റെ പാക്കിംഗ് കണ്ടവരാണെങ്കിൽ അല്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ഇത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഫ്റ്റർ ഡെലിവറി ഞാൻ പറയുന്നൊരു റിവ്യൂ പോലെ ആവും. എന്തൊക്കെയായിരുന്നു ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഓൾറെഡി ഡെലിവറി ബാഗ് പാക്ക് ചെയ്തായിരുന്നു. അത് നമ്മൾ കുറേ വീഡിയോസും പിന്നെ ഡോക്ടറിൻ്റെ ലിസ്റ്റ് തന്നനുസരിച്ചും എല്ലാമാണ് പാക്ക് ചെയ്തത്. പക്ഷേ ഞാൻ എന്തൊക്കെ യൂസ് ചെയ്തു, എനിക്ക് എന്തൊക്കെയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് എന്നൊക്കെയായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഞാൻ തന്നെ ആഗ്രഹിച്ചായിരുന്നു ഇങ്ങനെ ആരെങ്കിലും ചെയ്തായിരുന്നെങ്കിലോ. അപ്പോൾ അങ്ങനെ ചെയ്തവരുണ്ട് കേട്ടോ, കുറേ പേരുണ്ട്. പക്ഷെ ആ ടൈമിൽ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധി പോയില്ല. അത് പോയി ആദ്യം അങ്ങനത്തെ ഒരു വീഡിയോ പോയി നോക്കാമെന്ന്. അപ്പോൾ നമ്മളെപ്പോഴും ഡെലിവറി ബാഗ് പാക്കിംഗ് എന്ന് പറഞ്ഞിട്ടാണ് വ്ളോഗ്സ് കാണുന്നത്. ആ വ്ളോഗ് കണ്ടനുസരിച്ച് കുറേ നമ്മൾ സാധനങ്ങൾ ബാഗിൽ പാക്ക് ചെയ്ത് പോയി. പക്ഷെ അതെല്ലാം ഒന്നും യൂസ് ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും എന്തൊക്കെ ഞാൻ യൂസ് ചെയ്തു, എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ പാക്ക് ചെയ്യാം എന്നും കൂടി ആയിരിക്കും. അപ്പോൾ നമുക്ക് വേഗം വ്ളോഗിലേക്ക് പോവാം. വേഗം ആ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ട് വരാം. വാ. ഓക്കെ, അപ്പോൾ ഞാൻ പാക്ക് ചെയ്ത ബാഗ് കുറച്ച് മിനിമം ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ എന്തൊക്കെ യൂസ് ചെയ്തു, എന്തൊക്കെ യൂസ് ചെയ്തില്ല എന്നും കൂടിയായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ്, ആ വ്ളോഗ് കണ്ടവർക്കറിയാം, ഞാൻ അതിലൊരു സെറ്റ്, ഒരു പെയർ നൈറ്റി മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു നൈറ്റി, പിന്നെ എൻ്റെ ഫീഡിങ് ബ്രാ, പിന്നെ മെറ്റർണിറ്റി പാൻറ്റി, ഡിസ്പോസിബിൾ, അങ്ങനത്തെയൊക്കെ സാധനങ്ങളായിരുന്നു. അപ്പോൾ ഈ നൈറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇൻ കേസ് അവിടെ നമ്മളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ ടൈമിൽ എപ്പോഴും പേഷ്യൻ്റ് ഡ്രസ്സിൽ തന്നെയായിരിക്കും, അവരുടെ യൂണിഫോം ഡ്രസ്സിൽ തന്നെയായിരിക്കും അവർ നമ്മളെ ഇട്ടുന്നത്. ഇൻ കേസ് എന്തെങ്കിലും അങ്ങോട്ടേക്ക് കൂടുതൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ നൈറ്റി അവർ ഇട്ടോളാം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ 3rd ഡേയിൽ ഡിസ്ചാർജ്ഡ് ആയിരുന്നു. പക്ഷേ 1 ഡേയും കൂടി ബേബിക്ക് വേണ്ടി അഡ്മിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ മാത്രമാണ് അവർ പറഞ്ഞത് ഈ ഡ്രസ്സ് മാറ്റി നിങ്ങളുടെ ഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ നൈറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. അടുത്തത്, മെറ്റേണിറ്റി പാൻറ്റീസ് അല്ല ഞാൻ യൂസ് ചെയ്തത്. മെറ്റേണിറ്റി പാൻറ്റീസ് ഒന്നും യൂസ് ചെയ്യാനുള്ളൊരു നമുക്കൊരു മെൻ്റൽ സ്റ്റേറ്റ് ആയിരുന്നില്ല ആ ടൈമിൽ. നമുക്ക് എപ്പോഴും പോയി പാഡ് മാറ്റി പാൻറ്റീൽ വെക്കാനല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയത് ഡിസ്പോസിബിൾ പാൻറ്റീസ് ആയിരുന്നു. അത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലേത് ബ്രാൻഡിൻ്റെ പാൻറ്റിയാണ് ഞാൻ എടുത്തേക്കണേന്ന്. അപ്പോൾ ഡിസ്പോസിബിൾ പാൻറ്റിയാണ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്നാമത് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി അവിടെ 7 to 8 സ്റ്റിച്ചസ് നമുക്ക് ആ വജൈന ഏരിയയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പാഡ് വെക്കുമ്പോൾ കുറച്ചും കൂടി ഒരു റഫ്നെസ് കൂടുതൽ തോന്നിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കംഫർട്ടബിൾ ഡിസ്പോസിബിൾ പാൻറ്റിയാണ്. അത് ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പാൻറ്റി മാത്രം ഊരി കളഞ്ഞാൽ മതി. അപ്പോൾ ഡിസ്പോസിബിൾ പാൻറ്റി വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ ഫീഡിങ് ബ്രാ, നമുക്ക് റൂമിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് ഒരു ബ്രാ ഇട്ടോളാൻ പറയും. ഫീഡിങ് ബ്രാ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഭയങ്കര ഹെൽപ്ഫുള്ളും ആയിരുന്നു. പിന്നെ ബ്രസ്റ്റ് പാഡാണ് ഞാൻ ഇന്നും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് ഏറ്റവും, അതും ഞാൻ ഇട്ടിട്ടുണ്ട് ഏത് ബ്രാൻഡിൻ്റെ ആണെന്ന്. ബ്രസ്റ്റ് പാഡ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പോഴും അങ്ങോട്ടേക്കും ഞാനത് ഹെൽപ്ഫുള്ളായിട്ട് തന്നെ പറയുള്ളൂ. അപ്പോൾ ബിക്കോസ് ആ ടൈമിൽ നമുക്ക് ചിലപ്പോൾ ബ്രസ്റ്റിന് മിൽക്ക് ലീക്കേജ് ഒക്കെ വരുവാണെങ്കിൽ ബ്രസ്റ്റ് പാഡ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡിസ്പോസിബിൾ പാൻറ്റി, പിന്നെ മറ്റേ ഫീഡിങ് ബ്രാ, ബ്രസ്റ്റ് പാഡ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വെക്കേണ്ടതാണ് സ്ലിപ്പേഴ്സ്. നിങ്ങൾക്ക് റൂമിൽ വന്നു കഴിഞ്ഞാൽ യൂസ് വരുന്നത് സ്ലിപ്പേഴ്സാണ്. സ്ലിപ്പേഴ്സ് വെക്കുക. സോക്സ് ഒന്നും എനിക്ക് ആവശ്യമേ ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ സ്ലിപ്പേഴ്സ് എന്തായാലും വെക്കുക. വാഷ്റൂം യൂസ് ചെയ്യാനും എല്ലാത്തിനും നിങ്ങൾക്ക് എന്തായാലും ആവശ്യം വരും. പിന്നെ ഞാൻ ഒരെണ്ണം കൂടി എടുത്ത് വെച്ചതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ബ്രസ്റ്റ് പമ്പ് എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. ബിക്കോസ് നമുക്ക് ഫസ്റ്റ് ടൈം ആ ഒരു സ്റ്റിമുലേഷൻ വരാനും മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ലാക്ടേഷൻ കൗൺസിലർ വന്ന് നമുക്ക് എന്തായാലും ഒരു കൗൺസിലിംഗ് തരും. അപ്പോൾ ആ ടൈമിൽ എനിക്ക് കൗൺസിലറിനോട് ചോദിക്കാൻ പറ്റി ബ്രസ്റ്റ് പമ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതെങ്ങനെ യൂസ് ചെയ്യാം. എക്സസ് ആയിട്ടുള്ള പാലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പമ്പ് ചെയ്ത് കളയാം ആ ടൈമിൽ, അല്ലെങ്കിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ യൂസ് വന്നത് പാലഡ സ്പൂൺ. ഞാനത് എൻ്റെ ബാക്ക് പാക്കിംഗ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, പാലഡ സ്പൂൺ. ആ സ്പൂണിൻ്റെ ആവശ്യം വന്നതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ബേബിക്ക് ഒരു 2nd ഡേ ആയപ്പോൾ ഒരു ചെറിയ മൈൽഡ് ഫീവർ വന്നായിരുന്നു. ആ ടൈമിൽ ബേബി സക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല ബേബിക്ക്. അപ്പോൾ
നമുക്ക് ഒരിത്തിരി ഫോർമുല മിൽക്ക് നമ്മൾ കൊടുക്കേണ്ടി വന്നു. അത് അവർ തന്നെ ഹോസ്പിറ്റൽക്കാർ തന്നെയാണ് കേട്ടോ പറഞ്ഞത്, നമ്മളായിട്ട് പറഞ്ഞതല്ല. അപ്പോൾ അവിടെ നിന്ന് അവർ പാലട സ്പൂൺ ചോദിച്ചായിരുന്നു. അപ്പോൾ അതുവഴി ആണ് കുട്ടിക്ക് ഫോർമുല മിൽക്ക് കൊടുത്തത്. അപ്പോൾ നമ്മളുടെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, നമ്മൾ സ്റ്റെറിലൈസ് ഒക്കെ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അവിടെയും അവർ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ പാലട സ്പൂണാണ് പിന്നെ ഒരു യൂസ് വന്നിട്ടാണ്. അത് അത്രയും യൂസ്ഫുൾ അല്ല, പക്ഷെ ഉണ്ടെങ്കിൽ നല്ലൊരു കാര്യം. പിന്നെ ഫീഡിങ് പില്ലു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക്. അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ പില്ലോ യൂസ് ചെയ്യാം. പക്ഷേ ഫീഡിങ് പില്ലോ കുറച്ചുകൂടി, ബിക്കോസ് ആദ്യത്തെ ടൈം നമ്മൾ ബേബിനെ ക്യാരി ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാവും. നമുക്കൊന്ന് പിടിക്കാനും നമ്മുടെ കൈ വേദനിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫീഡിങ് പില്ലോ എന്നെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റും കൂടി ഞാൻ പറയാം, ഫീഡിങ് പില്ലോ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ബാക്കിൽ കെട്ടാൻ പറ്റുന്ന ഫീഡിങ് പില്ലോ മേടിക്കാം. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. എൻ്റെ ഫീഡിങ് പില്ലോ ആണ് ഇത് കേട്ടോ. ഇതാണ് എൻ്റെ ഫീഡിങ് പില്ലോ. എൻ്റെ ഫീഡിങ് പില്ലോന് ഇങ്ങനെ കെട്ടുന്നതില്ല. ഇത് ജസ്റ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ വയ്ക്കാം, അത്രയേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ബേബീനെ ഇവിടെ കെട്ടാം. പക്ഷേ ഇതിങ്ങനെ തെന്നി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു സുഖമില്ല ഈ പില്ലോയിൽ. ഇത് ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള പില്ലോയാണ്. വെക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഫീഡിങ് പില്ലോൻ്റെ ബാക്കിൽ കെട്ടാൻ പറ്റുന്നതുണ്ട്, അതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. വേറെ പറയാൻ വേണ്ടി എനിക്ക് ആവശ്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം അവർ പ്രൊവൈഡഡ് ആയിരുന്നു. പിന്നെ നമുക്ക് ഫ്രഷ് ആവാനുള്ള സാധനങ്ങൾ പോലും അവിടെ പ്രൊവൈഡഡ് ആയിരുന്നു. ടോയ്ലറ്ററീസ് എല്ലാം അവിടെ പ്രൊവൈഡഡ് ആയിരുന്നു. അതിനൊന്നും ആവശ്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നില്ല എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി വാവയുടെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഡൈപ്പേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡൈപ്പേഴ്സ് ഉണ്ട്. നമുക്ക് കൊണ്ടുപോകണം എന്ന് ഇമ്പോർട്ടൻറ്റ് ഞാൻ പറയില്ല, പക്ഷേ എന്നാലും വെക്കുന്നത് ഒരു സേഫ്റ്റിയാണ്. അവർ തരുന്ന ഡൈപ്പേഴ്സ് അത് കൂടാതെ നമുക്ക് നമ്മളുടെ ഡൈപ്പേഴ്സ് കൂടി കുട്ടിക്ക് വേണ്ടി വയ്ക്കാം. അപ്പോൾ ഡൈപ്പേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ കുട്ടിക്ക് പിന്നിക്കെട്ടി ജബ്ലാസ് യൂസ്ഫുൾ ആയിരുന്നു. റോംപേഴ്സ് എന്താണെന്ന് വെച്ചാൽ റോംപേഴ്സ് യൂസ്ഫുൾ അല്ല എന്ന് ഞാൻ പറയില്ല. വേണമെങ്കിൽ 1-2 റോംപേഴ്സ് മതി. ബിക്കോസ് അവിടെ എപ്പോഴും ഈ കുട്ടീനെ കൊണ്ടുപോയി അവർ ഓപ്പൺ ചെയ്ത് വെയിറ്റ് എടുക്കണോ, അത് ചെയ്യണോ. അപ്പോൾ റോംപേഴ്സ് ഒക്കെ ഊരാനും പിന്നെ ഡോക്ടേഴ്സ് വരുന്നു ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് റോംപേഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ യെസ്, നമുക്ക് ആസ്റ്ററിലുള്ള ഒരു തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ റോംപർ നല്ലതാണ്. അപ്പം ഞാൻ യൂസ് ചെയ്തത് ഡിസ്ചാർജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ റോംപർ ഇടിപ്പിച്ചിട്ടുള്ളൂ. അതല്ലാത്ത ടൈമിൽ പിന്നിക്കെട്ടിയും ഡൈപ്പറും പിന്നെ ബ്ലാങ്കറ്റ്സ് നെക്സ്റ്റ് വരുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലാങ്കറ്റ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് കുട്ടിക്ക് അവിടെ തണുപ്പ് ഫസ്റ്റ് ബോൺ ആയിട്ട് വരുന്ന ടൈം ആയതുകൊണ്ട് തണുപ്പ് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ബ്ലാങ്കറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡൈപ്പേഴ്സ് വയ്ക്കാം. അതുകൂടാതെ നിങ്ങൾ ജബ്ലാസ് എടുക്കുക. റോംപർ 1-2 മതി. പിന്നെ ബ്ലാങ്കറ്റ്സ് എന്തായാലും എടുക്കുക. ബ്ലാങ്കറ്റ്സിൻ്റെ ഒപ്പം തന്നെ സ്വാഡിൽ ക്ലോത്ത്സും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ ജബ്ലാസ് ഇടിപ്പിച്ചിട്ട് ബ്ലാങ്കറ്റ് റാപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ സ്വാഡിൽ ക്ലോത്ത് ഇട്ടിട്ട് നമ്മളൊരു ബ്ലാങ്കറ്റിൽ പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയും റാപ്പിംഗ് ആവശ്യമുണ്ട് കുട്ടിക്ക് ആ ടൈമിൽ. നിങ്ങൾക്ക് ലോഷനും കൂടി വെക്കാം. ബേബി ലോഷൻ, ഏത് ലോഷനാണോ നിങ്ങൾ എടുത്തേക്കുന്നത് ബേബി ലോഷൻ വെക്കാം. വേറെ ഒന്നും ആവശ്യമില്ല. ബേബി ലോഷൻ ചെറുതായിട്ടൊന്ന് ബേബിക്ക് ഒന്ന് ആ ടൈമിൽ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന ടൈമിലൊക്കെ ഒന്ന് തട്ടി കൊടുക്കാം. ലോഷൻ കൂടി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സ്ലീപ്പിംഗ് ബാഗ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ബിക്കോസ് എപ്പോഴും അതിൻ്റെ ഉള്ളിൽ കിടത്തുമ്പോൾ കുട്ടിയും സേഫായിട്ട് കിടക്കുകയാണ്, കുട്ടിക്കും ആ ചൂട് കിട്ടും. അപ്പോൾ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്ലീപ്പിംഗ് ബാഗും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ മറ്റേ നമ്മൾ യൂസ് ചെയ്ത വാട്ടർ വൈപ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മളാണ് കുട്ടിക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ വാട്ടർ വൈപ്സും വേണം, എന്തായാലും വേണം. അതുകൂടാതെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു മിറ്റൻസും ബൂട്ടീസും ക്യാപ്പും ഇതെന്തായാലും വേണം. അതൊരു 3 പേരാണ് ഞാൻ കൊണ്ടുപോയത്. അതെനിക്ക് മതിയായില്ല, അത് ഇനിയും വേണം. ബിക്കോസ് ക്യാപ്പ് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കണം. കുട്ടിക്ക് മിറ്റൻസ്, കുട്ടിയുടെ കയ്യിൽ നഖം കുറേ ഭയങ്കര ഷാർപ്പും വലുതുമായിരുന്നു. അപ്പോൾ മിറ്റൻസ് ഇടിപ്പിക്കുക. ബൂട്ടീസ് ഇതേപോലെ കണക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത്. അപ്പോൾ മിറ്റൻസും ബൂട്ടീസും ക്യാപ്പും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയായിരുന്നു. ഡൈപ്പർ റാഷ് ക്രീം നിങ്ങൾക്ക് വെക്കാം, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് അല്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ഡൈപ്പർ റാഷ് ക്രീം തന്നെയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്തത്. പക്ഷെ അവിടെ നിങ്ങൾക്ക് എന്തായാലും കൺസൾട്ടേഷന് ഡോക്ടർ വരും, ന്യൂനോട്ടോളജിസ്റ്റ് എന്തായാലും വരും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ട് വെക്കാം. ഇതായിരുന്നു മെയിൻലി ഞാൻ കവർ ചെയ്തത്. ബാക്കിയുള്ള എല്ലാം നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നിങ്ങൾ എക്സ്ട്രാ വെച്ചു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്തായാലും അതിനൊന്നും ആവശ്യം വന്നില്ല എനിക്ക്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നതും മറക്കാതെ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെലിവറി ബാഗിൽ ആവശ്യമുള്ളത്. ഇത് നിങ്ങൾ റെഫർ ചെയ്യുക. അതുകൂടാതെ എൻ്റെ ഡെലിവറി ബാഗ് പാക്കിംഗ് വീഡിയോ കൂടി റെഫർ ചെയ്യുക. നിങ്ങൾക്ക് വെക്കേണ്ടെന്ന് പറയില്ല. ബിക്കോസ് എല്ലാവർക്കും അവരുടെ ഒരു ബാഗ് പാക്കിങ്ങിലൊരു സാറ്റിസ്ഫാക്ഷൻ വേണം.
പക്ഷേ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും ആഡ് ഓൺ ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും വെക്കണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ആഡ് ഓൺ ചെയ്യാതെ ഇരിക്കരുത്. ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ ഇതൊക്കെ എന്തായാലും ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ അഗെയിൻ പറയുകയാണ്, ആസ്റ്ററിൽ ഞാൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ പറയാം. എനിക്ക് വേറെ ഹോസ്പിറ്റലിനെ പറ്റി അറിയില്ല, അവിടുത്തെ ഫെസിലിറ്റി, അവിടുത്തെ എന്താ റിക്വയർമെൻറ്റ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല. അത് നിങ്ങൾ നോക്കുക, ചോദിക്കുക, എന്നിട്ട് അതനുസരിച്ച് ബാക്ക് പാക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.